الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തു യൂനുസിലെ 108ാമത്തെ സൂക്തമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الناس قد جاءكم الحق من ربكم فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل. ഖുൽ നബിയെ അങ്ങ് പറയുക, യാ അയ്യുഹന്നാസു അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅക്കും തീർച്ചയായും നിങ്ങൾക്ക് വന്നു, അൽ ഹഖു ഹഖ് സത്യം ന്യായം, മിർ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന്, ഫമനിഹ്തദ ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ, ഫഇന്നമാ യഹ്തദി ലി നഫ്സി അവൻ സന്മാർഗം സ്വീകരിക്കുന്നത് അവന് വേണ്ടി തന്നെയാണ്. വമൻ ളല്ല ഇനി ഒരാൾ വഴി തെറ്റിയാൽ, വഴി പിഴച്ചാൽ, ഫഇന്നമാ യദില്ലു അലൈഹ അതിൻ്റെ ദോഷം അവനെതിരായിരിക്കും. യദില്ലു അലൈഹ അതിനെതിരായിരിക്കും. വമാ അന ഞാനല്ല, അലൈക്കും നിങ്ങളുടെ മേൽ, ബി വക്കീൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവൻ, ഞാൻ നിങ്ങളുടെ മേൽ വക്കീലൊന്നുമല്ല എന്നുകൂടെ അർത്ഥം പറയുക. ഖുൽ നബിയെ താങ്കൾ പറയുക, യാ അയ്യുഹന്നാസു അല്ലയോ മനുഷ്യരെ, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅക്കുമുൽ ഹഖു മിർ റബ്ബിക്കും നിങ്ങളുടെ നാഥനിൽ നിന്ന്, രക്ഷിതാവിൽ നിന്ന്, വിധാതാവിൽ നിന്ന് നിങ്ങൾക്ക് സത്യം വന്നെത്തിയിട്ടുണ്ട്. ഫമനിഹ്തദ ആരെങ്കിലും നേർമാർഗം സ്വീകരിച്ചാൽ, ഹിദായത്ത് ഉൾക്കൊണ്ടാൽ, ഫഇന്നമാ യഹ്തദി ലി നഫ്സിഹി അത് അവന് വേണ്ടി തന്നെയാണ്, ആ ഉൾക്കൊള്ളുന്നത് അവന് വേണ്ടി തന്നെയാണ്. വമൻ ളല്ല ഇതൊക്കെ വന്നെത്തിയതിന് ശേഷം ആരെങ്കിലും വഴികേട് തിരഞ്ഞെടുത്താൽ, ഫഇന്നമാ യദില്ലു അലൈഹ അവനെതിരെ തന്നെയാണ് വഴികേട് തിരഞ്ഞെടുക്കുന്നത്. വമാ അന അലൈക്കും ഞാൻ നിങ്ങളുടെ മേൽ അല്ല, ബി വക്കീൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവൻ, നിങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്, എനിക്കില്ല. സൂറയുടെ ആദ്യം മുതൽ ഏകദേശം ഇതുവരെ അള്ളാഹുവിൻ്റെ അസ്തിത്വം അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഉണ്മ, അള്ളാഹു ഉള്ളവനാണെന്ന് സ്ഥാപിക്കുക. അതോടൊപ്പം അള്ളാഹുവിൻ്റെ തൗഹീദ് ഏകത്വം, അതിനാവശ്യമായ തെളിവുകൾ സമർപ്പിക്കുക. പിന്നെ റിസാലത്ത് പ്രവാചകത്വവും വേദഗ്രന്ഥവും, പിന്നെ ആഖിറത്ത് പരലോകം, ഇതിനാവശ്യമായ മനുഷ്യന് സാധാരണ ബുദ്ധിയുള്ള നേർക്കുനേരെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകുന്ന വിധത്തിലുള്ള തെളിവ് സമർപ്പണ രീതി അല്ലെങ്കിൽ സമർത്ഥന രീതി ആയിരുന്നു ഇതുവരെ അള്ളാഹു പറഞ്ഞത്. ഇനി സൂറ സമാപിക്കുകയാണ്. ഇനി അള്ളാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്, തെളിവുദ്ധരിച്ച് ഇതുവരെ അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി. ഇനി അവസാനം ജനങ്ങളോട് പറയാണ്, യാ അയ്യുഹന്നാസ് മനുഷ്യരേന്ന, ജനങ്ങളെന്ന, മുസ്ലിമീങ്ങളെന്നല്ല, മുഅ്മിനീങ്ങളെന്നുമല്ല. എന്താ അതിൻ്റെ ധ്വനി എന്താണ്?
ദീനുൽ ഇസ്ലാം എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള നിയമമല്ല അള്ളാഹു നൽകുന്നത്. മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള പ്രവാചകനല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുപോലെയാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യ ജീവിതത്തിന് വേണ്ടി സംവിധാനിച്ചിട്ടുള്ളതുപോലെ അവൻ്റെ ഏറ്റവും സവിശേഷതയുള്ള അത്ഭുതകരമായ മനുഷ്യർക്കാകമാനമുള്ള ഒരു അനുഗ്രഹമാണ്, ഒരു സംവിധാനമാണ് ഖുർആനും ഖുർആൻ പഠിപ്പിക്കുന്ന നിയമങ്ങളും. അതാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. മുമ്പ് നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചെറുതും വലുതുമായ എല്ലാ നിയമങ്ങളും അള്ളാഹു എല്ലാ മനുഷ്യർക്കും വേണ്ടി നൽകിയതാണ്. ഒരു ഉദാഹരണം പറയുക, അറുത്തതേ കഴിക്കാവൂ. ബിസ്മില്ലാഹി ചൊല്ലി അറുത്തതേ കഴിക്കാവൂ. അങ്ങനെ കഴിക്കാവൂ. ചത്തത് തിന്നാൻ പാടില്ല, ചത്തതിന് തിന്നാൻ പാടില്ല. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള നിയമമല്ല, ലോകത്തിലെല്ലാവർക്കും ഉള്ള നിയമം. ചത്തതിനെ തിന്നാൻ പാടില്ല എന്ന്. തിന്നൽ അല്ലാഹുത്താല വിരോധിച്ചിട്ടുള്ള അല്ലെങ്കിൽ റസൂല് നിരാകരിച്ചിട്ടുള്ള വസ്തുക്കളെ തിന്നാൻ പാടില്ല. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ള നിയമമല്ല, എല്ലാവർക്കും ഉള്ള നിയമമാണ്. കള്ള് കുടിക്കാൻ പാടില്ല. അത് മുസ്ലിമീങ്ങൾക്ക് ഒറ്റക്കല്ല, ലോകത്തുള്ള എല്ലാവർക്കും ബാധകമാണ്. പക്ഷെ ആളുകൾ അത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറൊരു വിഷയം. അതേമാതിരി ഖുർആൻ പഠിപ്പിക്കുന്ന നിയമങ്ങൾ എല്ലാവർക്കുമുള്ളതാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചത്. ഖദ് ജാഅത്കും, നിങ്ങൾക്ക് വന്നെത്തി. നിങ്ങൾ നിരാകരിക്കുന്നു ഒരുപാട് ആൾക്കാർ സ്വീകരിക്കുന്നു, ഒരുപാട് ആൾക്കാർ നിരസിക്കുന്നു, ഒക്കെ ശരി. എന്നാൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഹക്ക്. എന്താ ഹക്ക് പറഞ്ഞാൽ? സത്യമാണ്, ന്യായമാണ്, നീതിയാണ്, ധർമ്മമാണ്, സമഭാവനയാണ്. ഇങ്ങനെ മനുഷ്യൻ നന്മ എന്ന് മനസ്സിലാക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ്. അതാണ് ഹക്ക്. ഒരു നിയമം പെടും, നീതി പെടും, സത്യം പെടും, ധർമ്മം പെടും, സൽപ്രവർത്തനങ്ങൾ പെടും, സൽസ്വഭാവം പെടും, തൗഹീദ് പെടും, റിസാലത്ത് പെടും, ആഖിറത്ത് പെടും. നന്മ എന്നത് അള്ളാഹു വിവക്ഷിച്ച് നമുക്ക് പഠിപ്പിച്ചെന്നൊക്കെയാണ് ഹക്ക്. സത്യം എന്നതിന് അർത്ഥം പറയും. ഏത് വിശദാംശങ്ങളിലേക്ക് പോയാലും ഹക്ക് അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമായിക്കൊണ്ടുണ്ടായിരിക്കും. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹു നൽകിയെന്നല്ല പറഞ്ഞത്, മിർ റബ്ബിക്കുന്ന, മിനല്ലാന്നല്ല, മിർ റബ്ബിക്കുന്ന. ആ റബ്ബ് എന്ന പ്രയോഗത്തിന് ചില അർത്ഥധ്വനികളുണ്ട്, വിശാലമായ ആശയമുണ്ട്. എന്താ കാരണം? റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും മനുഷ്യന് അല്ല ലോകത്തുള്ള ഓരോ ജീവജാലങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ഈ ദുനിയാവിൽ ഒരുക്കി വെക്കുകയും ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള കഴിവുകൾ ഓരോരുത്തർക്കും നൽകുന്നു. സൗകര്യങ്ങളുണ്ട്, സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവുകളുമുണ്ട്. ഇതൊക്കെ റബ്ബ് നൽകുന്നത്. റബ്ബ് പറഞ്ഞാൽ ആരാ? രക്ഷിതാവാണ്. രക്ഷിതാവിൻ്റെ ധർമ്മം എന്താണ്? രക്ഷിക്കലാണ്. മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ എല്ലാം ഒരുക്കി അവനെ രക്ഷപ്പെടുത്തി ഭക്ഷണം നൽകി, വായു നൽകി, വെള്ളം നൽകി, വെളിച്ചം നൽകി, എന്തൊക്കെ അവന് ആവശ്യമുണ്ട് അതൊക്കെ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയവനാണ് റബ്ബ്. അങ്ങനെയുള്ള ഒരു റബ്ബിൽ നിന്നുള്ള ഹക്ക് മനുഷ്യരെ അത് നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട്. അഥവാ ആ റബ്ബായവൻ നൽകുന്ന സത്യം അത് അംഗീകരിക്കലാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഫമനിഹ്തദ, അതാണ് ഫമനിഹ്തദ. ആരെങ്കിലും ആ റബ്ബ് നൽകിയ ഹക്കിനെ സ്വീകരിച്ചുകൊണ്ട് ആ മാർഗത്തിൽ ചലിച്ചാൽ, ജീവിച്ചാൽ, ഇഹ്തദ, ഹിദായത്ത് സ്വീകരിക്കുക, നേർമാർഗം സ്വീകരിച്ചാൽ, ഫഇന്നമാ യഹ്തദി ലിനഫ്സി, അതിൻ്റെ ഗുണം ആർക്കാ? അത് അവനവൻ തന്നെയാണ്.
അതിൻ്റെ ഗുണം അവനാണ്. അള്ളാഹ്ക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു 10 ആൾ ഇസ്ലാമിലേക്ക് കൂടുതൽ വന്നു, അല്ലെങ്കിൽ 10 ആൾ കൂടുതൽ തഖ്വയുള്ളവരായി മാറി. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൊപ്പിയിലൊരു തൂവലും കൂടി ഉണ്ടാവില്ലല്ലോ. അള്ളാഹുവിന് അതുകൊണ്ടൊരു പദവി കൂടുമില്ലല്ലോ. ഇനി ഒരു 10 ആൾ ഇസ്ലാമെന്ന് രാജിവെച്ച് പുറത്തു പോയി എക്സ് മുസ്ലിമായി എന്ന് വെക്കുക, അല്ലെങ്കിൽ മുൻ മുസ്ലിമായി എന്ന് വെക്കുക. എന്നാലോ ഇന്ന പോലെ വിചാരം അള്ളാഹുവിന് വലിയ നഷ്ടം ഉണ്ടായിരുന്നു. അള്ളാഹുവിന് അധികാരത്തിൽ ഒരു കുറവും അതുകൊണ്ട് സംഭവിക്കുന്നില്ല. അതാണ് ഫൈന്നമ യഹ്തദി നഫ്സി. നമുക്ക് വേണമെങ്കിൽ മദീന, നമുക്ക് വേണോ അത് നമ്മൾ സ്വീകരിച്ചു കൊള്ളണം. ഇനി വമൻ ലലാലത്ത്, അള്ളാഹു നൽകിയ ഈ ഹക്കിനെ തിരസ്കരിച്ച് അതിനെ നിരസിച്ച് ലലാലത്തിനെ വഴികേടിനെ ഒരാൾ തിരഞ്ഞെടുത്താൽ ഫൈന്നമ യളില്ലു അലൈഹ, അത് അവനെതിരെ തന്നെയായിരിക്കും അതിൻ്റെ ദോഷഫലമുണ്ടാവുക. ഒരുപക്ഷെ ദുനിയാവിൽ ഇഹലോകത്ത് അത് അനുഭവിച്ചു കൊള്ളണമെന്നില്ല, പരലോകത്ത് അനുഭവിച്ചേ പറ്റൂ. അതാണ് ഫൈന്നമ യളില്ലു അലൈഹ, അതിനെതിര്, അവനെതിര് അല്ലെങ്കിൽ അവൻ്റെ ആത്മാവിനെതിര്. ഫമാ യളില്ലു അലൈഹ വമാ അന അലൈക്കും. ഇനി എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. വമാ അന അലൈക്കും ബി വക്കീൽ, എനിക്ക് നിങ്ങളെ ഉത്തരവാദിത്വമൊന്നുമില്ല. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അദ്ദേഹം അങ്ങനെ ഏറ്റെടുക്കേണ്ടവനുമല്ല. അദ്ദേഹത്തിൻ്റെ ധർമ്മം എത്രയുള്ളൂ? ഫൈന്നമ അലൈക്കൽ ബലാഗ് വ അലൈനൽ ഹിസാബ്. താങ്കൾ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക, കണക്ക് നമ്മൾ നോക്കിക്കോളാം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇന്നമ അന്ത മുദക്കിർ ലസ്ത അലൈഹിം ബി മുസൈത്തിർ. അത് തന്നെയാണ് ഇവിടെ വക്കീൽ എന്ന് പറയുന്നത്. അധികാരവും ഒന്നുമില്ല വക്കീൽ. നിങ്ങൾ സാധാരണ വക്കീൽ പറഞ്ഞാൽ വക്കീൽ തന്നെയാണത്, അറബിയാണ് വാക്ക്. വമാ അന അലൈക്കും ബി വക്കീൽ, ഞാൻ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനല്ല എന്നവരോട് പറയുക. ഒന്നുകൂടെ അർത്ഥം പറയാം. ഖുൽ യാ അയ്യുഹന്നാസ്, നബി അങ്ങ് പറയുക, അല്ലയോ മനുഷ്യരെ, ഖദ് ജാഅക്കുമുൽ ഹഖ്, നിങ്ങൾക്ക് ഹക്ക്, സത്യം, ന്യായം, ധർമ്മം, യാഥാർത്ഥ്യം അതാണ് വന്നെത്തിയിട്ടുള്ളത്. മിർ റബ്ബിക്കും, അത് നിങ്ങളുടെ നാഥനിൽ നിന്നുള്ളതാണ്. ഫമൻ ഇഹ്തദ, ആരെങ്കിലും അത് സ്വീകരിച്ചാൽ, ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി, അവൻ ആ സന്മാർഗം സ്വീകരിക്കുന്നത് അവന് വേണ്ടി തന്നെയാണ്. വമൻ ളല്ല, ഒരാളത് സ്വീകരിക്കാതെ വഴികേടിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഫഇന്നമാ യളില്ലു അലൈഹ, അവനെതിരെ തന്നെയാണ്. അവൻ്റെ നഫ്സ് സ്ത്രീലിംഗമായതുകൊണ്ട് ഹാ എന്ന് പറഞ്ഞത്, അത് അവനെതിരെ തന്നെയാണ്. അല്ലെങ്കിൽ അവൻ്റെ നഫ്സിന്, അവൻ്റെ ആത്മാവിനെതിരെ തന്നെയാണ് അവൻ അത് തിരഞ്ഞെടുക്കുന്നത്. വമാ അന അലൈക്കും ബി വക്കീൽ, ഞാൻ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടവനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യന് നൽകിയ ഹിദായത്ത് പൂർണ്ണമായി അംഗീകരിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا إنك جامع الناس ليوم لا ريب فيه إنك لا تخلف الميعاد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.